പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ ചിലവ് കുറഞ്ഞതും ഗാർഹിക വ്യവസായത്തിന് ഏറെ മുതൽക്കൂട്ടാവുന്നതുമായ സോളാർ ഓവൻ, സോളാർ ഡ്രയറിന്റെ വർക്കിംഗ് മോഡലാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ആദ്യമായി നമുക്ക് സോളാർ ഓവൻ പരിചയപ്പെടാം. സൂര്യരശ്മികൾ ഭൂമിയിലേക്ക് വരുന്നത് ഒരു കോണാകൃതിയിലാണ്. അതിനാൽ നേരിട്ട് അതിനുള്ളിലേക്ക് കയറുന്നു. ഒരിക്കൽ ഇത് പ്ലാസ്റ്റിക് റാപ്പിനുള്ളിലേക്ക് കയറിയാൽ അതിനകത്തെ വായുവിനെ അവ ചൂടാക്കും. ഈ പ്ലാസ്റ്റിക് റാപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് പ്രാണികളുടെ ശല്യമില്ലാതെ ഭക്ഷണം വേവിക്കാനും ചെറിയ തരം ഉണക്കലിനെല്ലാം ഉപകാരപ്രദമാണ്. നമുക്ക് സോളാർ ഡ്രയർ പരിചയപ്പെടാം. പഴങ്ങൾ, പച്ചക്കറികൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, എണ്ണപ്പൊടി, ധാന്യം എന്നിങ്ങനെ ഏതുതരം ഭക്ഷ്യസാധനങ്ങളും ദീർഘനാളുകൾ കേടുകൂടാതെ ഉണക്കി സൂക്ഷിക്കാനും അവയുടെ പ്രോസസ്സിങ്ങിനും ഉപകരിക്കുന്ന ഒരു വ്യത്യസ്തമായ ആശയമാണ് സോളാർ ഡ്രയർ അല്ലെങ്കിൽ സൗര ഡ്രയർ. കുറഞ്ഞ സ്ഥലത്ത് തന്നെ കൂടുതൽ അളവിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണക്കിയെടുക്കാൻ ആവുന്നു. മഞ്ഞൾ, മല്ലി, മുളക് പോലുള്ളവ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ തനിമ ഒട്ടും ചോരാതെ എന്നാൽ ചില ഭേദം കൂടാതെ ഉണക്കിയെടുക്കാൻ സാധിക്കുന്നു എന്നതാണ് സവിശേഷത. പ്രവർത്തന രീതി: ചരിഞ്ഞ പ്രതലത്തിൽ വെച്ചിരിക്കുന്ന ഗ്ലാസിൽ പതിക്കുന്ന സൂര്യപ്രകാശത്തിലെ ഇൻഫ്രാറെഡ് രശ്മികൾ ഗ്ലാസിന് താഴെയുള്ള കറുത്ത പ്രതലത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും അതിനകത്തെ വായുവിനെ ചൂടാക്കുകയും ചെയ്യുന്നു. ചൂടുവായു മർദ്ദവ്യത്യാസം കാരണം ഉയർന്ന പ്രതലത്തിൽ സഞ്ചരിക്കുകയും ഭക്ഷണങ്ങൾ പെട്ടെന്ന് ഉണക്കുകയും ചെയ്യുന്നു. ചേമ്പറിനുള്ളിൽ പ്രത്യേകം സജ്ജീകരിച്ച ഇൻസുലേഷൻ ചുമരുകൾ ചൂടിനെ വർദ്ധിപ്പിച്ച് ഉൽപ്പന്നങ്ങൾ ഉണക്കിയെടുക്കും. ഈ ട്രേയിൽ നമുക്ക് ഭക്ഷണ സാധനങ്ങളെല്ലാം വെക്കാം. പിന്നെ ഇവിടെ കൂടെ തണുത്ത വായു കയറുകയും ഇത് ഹോട്ട് എയർ ഔട്ട്ലെറ്റ് ആണ്. ചൂട് പുറത്തേക്ക് പോകാനുള്ള ഒരു വഴിയാണ്. ഇവിടെ നെറ്റ് എല്ലാം വെച്ചത് കൊണ്ട് തന്നെ നമുക്ക് പ്രാണിക്കീട ശല്യമില്ലാതെ ഫുഡ് പെട്ടെന്ന് ഉണക്കാൻ സാധിക്കുന്നു. നമ്മൾ ടെറസിറ്റും വെച്ചുകൊണ്ട് ഫുഡ് ഉണക്കുമ്പോൾ പ്രാണികളുടെ ശല്യം നമുക്ക് കുറേ ബുദ്ധിമുട്ടാവുന്നുണ്ട്. അതിനൊരു ഉപകാരമാണ്. താങ്ക് യു.